സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എല്ലാവരും ആത്മവിശ്വാസത്തോടെ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് കാസർഗോഡ് അടിയോടടിയായിരുന്നു. എത്ര നല്ലൊരു ദിവസമായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, ആത്മവിശ്വാസത്തോടെ പ്രചാരണം നടത്തുക, എന്തൊക്കെ പ്ലാനായിരുന്നു, ഒക്കെ നശിപ്പിച്ചില്ലേ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കളക്ട്രേറ്റിൽ വന്നതായിരുന്നു. 10 മണിക്ക് കളക്ട്രേറ്റ് തുറക്കുള്ളൂ. ഉണ്ണിത്താൻ സാറ് 9 മണിക്ക് വന്നു. എന്നിട്ടും മൂപ്പർക്ക് ആദ്യം പത്രിക സമർപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ 9 മണിയോടുകൂടിയാണ് ജലപാനം കഴിക്കാതെ CCTV ഫുട്ടേജ് പരിശോധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്ന് കിടന്ന് അവിടെ ബെഞ്ചിൽ കിടന്നിട്ട് ഞാനാ ഒന്നാമെന്ന് പറഞ്ഞാൽ പോലെ. അല്ലാതെ നിൽക്കട്ടെ. രാജ്യത്തൊരു നിയമമുണ്ടല്ലോ. നിയമം എല്ലാവർക്കും ബാധകമാണ്. കളക്ടർക്കും ബാധകമാണ്, SP-ക്കും ബാധകമാണ്. പാവം ഉണ്ണിത്താൻ സാറ് 1 മണിക്കൂറാണ് ജലപാനമില്ലാതെ ആ പാവം ഉമ്മർത്ത് കണ്ണിൽ എണ്ണ വെച്ച് കാത്തുന്നത്. എന്നിട്ട് എല്ലാരും കൂടെ അതിനെ പറ്റിച്ചില്ലേ. കളക്ടറെ ഞാൻ വിളിച്ചു. കളക്ടർ പറഞ്ഞു 10 മണിക്കാണ് കളക്ടർ ഓഫീസ് തുറക്കുന്നത്. അപ്പൊ ആരാണോ ഒന്നാമത് നിൽക്കുന്ന അയാൾക്ക് ഒന്നാമത്തെ കൂപ്പൺ കൊടുക്കും. ഞാൻ 9 മണിയോട്ടുകൂടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നോബഡി ഈസ് വിത്ത് മീ. സ്ഥാനാർത്ഥി നോമിനേഷനുമായിട്ട് മുഴുവൻ നിൽക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അഭ്യാസമാണെങ്കിൽ നിയമം പാലിക്കണ്ടേ? അതന്നെ, നല്ലോണം പോലെയാണെങ്കിൽ അതുപോലെ. അല്ല അഭ്യാസം ഇറക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിന്റെ തനി സ്വരൂപം നിങ്ങൾ കാണൂട്ടാ. അല്ലേ 9 മണി മുതൽ പന പോലെ ഇങ്ങനെ വന്നു നിന്നിട്ട് എന്ത് വിലയാണ് നിങ്ങൾ ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിന് കൊടുത്തത്? CCTV ഫുട്ടേജ് പരിശോധിക്കേ. 9 മണിയോട്ട് ഞാൻ ഒറ്റ നിപ്പ് നിൽക്കുക. ഒരാള് മുമ്പിലും ഇല്ല പുറകിലും ഇല്ല. എടുക്കെടുക്ക് CCTV വിഷ്വൽ എടുക്ക്. ആരാദ്യം വന്നെന്ന് അപ്പ കാണാലോ. LDF-ന്റെ പ്രതിനിധികൾ 7 മണിക്കേ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറ് കാണേണ്ടതല്ലേ. പുള്ളി വന്നപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ കൂപ്പെടുക്കാനാണ് 7 മണി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഒന്ന് കിടന്നല്ലോ. ഞാൻ കിടക്കത്തില്ലേ? അത് ഇന്നലെ രാത്രി അല്ലെങ്കിൽ അവര് പറയണം നോമിനേഷൻ സ്വീകരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് ഒന്നാമതും പ്രതിപക്ഷത്തിന് രണ്ടാമതും ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഞാൻ 9 മണിയോട്ട് ഞാൻ ഉണ്ട് ഇവിടെ. CCTV പരിശോധിച്ചോ. 9 മണിയോട്ട് സ്ഥാനാർത്ഥി ഉണ്ട് ഇവിടെ. ഞാൻ 9 മണിയോട്ട് ഇവിടെ ഉണ്ട്. കളക്ടർ പറഞ്ഞ 10 മണിക്ക് ഓഫീസ് തുറക്കുമെന്നാണ്. 10 മണിക്ക് ഇപ്പൊ ഇവിടെ പറയുന്നു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാ പറയുന്നത്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലാണ് ടോക്കൺ കൊടുക്കുക. 7 മണിക്ക് എത്തിയ LDF-ന്റെ പ്രതിനിധി ബെഞ്ചിൽ പോയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ 9 മണിക്ക് വന്നു നിന്നിട്ട് വാതിക്കൽ വന്നു നിന്നു. ക്യൂവിൽ നിൽക്കണമായിരുന്നു മിസ്റ്റർ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിന് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഈസി ആയിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. നോമിനേഷൻ കൊടുക്കുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്നില്ല നോമിനേഷൻ. അങ്ങേര് നിയമം വിട്ട് പെരുമാറിയാൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. MLA ഒരു നോമിനേഷൻ കൊടുക്കണ്ട. മറ്റേ അയാള് രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ വേണ്ടല്ലോ. ഭരിക്കുന്നവർക്ക് ആദ്യം കൊടുക്കട്ടെ, പ്രതിപക്ഷം രണ്ടാമത്. MLA ഇരിക്കെ എല്ലാവരും വന്നിരിക്കെ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിട്ട് എന്നെ കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താനെ സങ്കടപ്പെടുത്തിയിട്ട് നിരാശനാക്കിയിട്ട് പുള്ളിയുടെ മുന്നിൽ കൂടെ നാമനിർദ്ദേശ പത്രിക ആദ്യം സമർപ്പിക്കാൻ ആരും ഇവിടെ വിചാരിക്കണ്ട കേട്ടാ. 4 പേരറിയട്ടെ. ഞാൻ 9 മണിയോട് ഇരിക്കുന്ന അവരെന്നെക്കാൾ മുമ്പിൽ വന്നെങ്കിൽ CCTV ഫുട്ടേജ് കാണിക്കേ. ഞാൻ സമ്മതിച്ചു കൊടുക്കാം. CCTV കാണിക്കേ. ഇരിക്കുമല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിനെ പോസ്റ്റ് ആക്കിയില്ലേ. അവര് 7 മണിക്ക് വന്നാലെന്താ ഓടിപ്പോയില് ക്യൂവിൽ നിന്നതാരാ? ഉണ്ണിത്താൻ സാറല്ലേ. ലോകം കീഴ്മിൽ പറയുന്ന പ്രശ്നമല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഉണ്ണിത്താൻ സാറിന് തന്നെ ആദ്യം പത്രിക സമർപ്പിക്കണം. നമ്മളെ വിഡ്ഢികളാക്കുന്നോ? ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കുക, കളിയാക്കുന്നോ? ഒരു സ്ഥാനാർത്ഥി 9 മണിയോട്ട് ഒരു തുള്ളി ജലപാനം കഴിക്കാതെ ഇവിടെ നിൽക്കുക. 9 മണിയോട്ട് ഒരാൾ എന്റെ പുറകിലില്ല, ഒരാൾ എന്റെ മുമ്പിലില്ല. കളക്ടർ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഫുട്ടേജ് കാണിക്കട്ടെ. പിന്നല്ലാണ്ട് തന്നെ കളിയാക്കാണെന്ന് സ്വയം ഉണ്ണിത്താൻ സാറിന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് എത്ര സങ്കടമായി ഉണ്ടാവും. എന്തോരൊച്ചപ്പാടുണ്ടാക്കി, കുത്തിരുന്ന് പ്രതിഷേധിച്ചു, ബഹളുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, കയർത്ത് സംസാരിച്ചു. അതിനൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇത്രയും ചെയ്തിട്ടും ആ പാവത്തിന് ആദ്യം കളക്ടറുടെ അടുത്ത് പത്രിക സമർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പോലീസ് ഓഫീസർ നേരത്തെ എന്നെ ഒത്തുതീർപ്പിക്കുക. ഒരു DYSP അയക്കുന്ന കങ്കാണി പണിയുണ്ടോ DYSPക്ക്? പുള്ളിയുടെ ഒരു ഔദാര്യത്തിൽ എനിക്ക് രണ്ടാമത്തെ തരാമെന്ന് പറയുന്നത്. ഒന്ന് കൊടുത്തു പോയെന്ന്. ഒന്ന് നേരത്തെ കച്ചവടമാക്കി, അതുകൊണ്ട് രണ്ടാമത്തെ എനിക്ക് തരാം. പുള്ളിയുടെ ഒരു ഔദാര്യം. അതന്നെ, ആരുടെ ഔദാര്യം ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിന് വേണ്ടട്ടാ. ഒരു MP-യുടെ അടുത്താണോ നിങ്ങൾ ഈ ഔദാര്യം കൊണ്ടുവരുന്നത്? തെരഞ്ഞെടുപ്പ് സമയമായിപ്പോയി, അല്ലെങ്കിൽ എല്ലാത്തിനും കാണിച്ചു തന്നെ. 7 മണിക്ക് വന്ന കളക്ടറുടെ ക്യൂവിൽ നിൽക്കണം. വാട്ട് യു മീൻ? മലയാളം അറിയില്ലാന്ന് തോന്നുന്നു.
എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ കളക്ടർ ഓഫീസ് തുറക്കുമ്പോ ആരാണോ നമ്പർ 1 നിൽക്കുന്നത്, അല്ല അവിടെ കിടക്കാനല്ല. ഇനി ചില ആളുകൾ ഇവിടെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ പ്രസവിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുന്ന ആളിന് നോമിനേഷൻ കൊടുക്കാൻ നടക്കൂ? ഒരു നിഷ്കളങ്കനായ സ്ഥാനാർത്ഥിയെ മാനസികമായി ഇങ്ങനെ തളർത്താൻ നോക്കിയത് ആരാണാവോലെ? അദ്ദേഹത്തെ ഈ ഗതിയിലാക്കിയതിന് പിന്നിലുള്ള കരങ്ങൾ ആരുടേതായാലും ഞങ്ങളുടെ ഉണ്ണിത്ത സാർ അത് കണ്ടുപിടിച്ചിരിക്കും, നോക്കിക്കോ. ഒരു ഡിവൈഎസ്പി വിളിച്ചു പറഞ്ഞു, ഒന്നാമത്തെ നേരത്തെ കൊടുത്തു പോയെന്ന്, രണ്ടാമത്തെ വേണേ തരാം ബ്ലാക്ക് മാർക്കറ്റിൽ. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോ ഏതാ സ്ഥിതിയെങ്കിൽ അവസാനിക്കുമ്പോ എന്തൊരു രാഷ്ട്രീയത്തിന് അതിപ്രസരമായിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ആദ്യം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുള്ളി ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നല്ലേ? ഹൈ, അതിന് പിന്നിൽ ശാസ്ത്രീയപരമായ കുറെ കാര്യങ്ങളുണ്ടെന്നേ. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് നോമിനേഷൻ കൊടുക്കാൻ. അത് 10-നും 12-നും ഇടയ്ക്കാണ്. അത് തടസ്സപ്പെടുത്താനേ ഈ നീക്കം. മനസ്സിലായില്ലേ? നോമിനേഷൻ കൊടുക്കാൻ മുഹൂർത്തം കുറിച്ച് വന്ന ഒരാളോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്. മനഃപൂർവ്വം തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലേ ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറിന് അത് മനസ്സിലാവില്ല എന്ന് കരുതിയോ? ഇല്ല, ഒരു നിമിഷം പോലും ഞങ്ങളുടെ ഉണ്ണിത്താൻ സാർ ഇനി ഇവിടെ നിൽക്കില്ല. കളക്ടർക്ക് നോമിനേഷൻ കൊടുക്കുകയില്ല. ഈ കളക്ടറിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ കളക്ടർക്ക്, ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നില്ല. താഴെ ഡെപ്യൂട്ടി കളക്ടർ അല്ലേ, RR ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്. പുള്ളി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തൊട്ടേ രാഷ്ട്രീയം കളിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. എന്റെ സഹസ്ഥാനാർത്ഥിയാണല്ലോ ഇടതുപക്ഷം, അദ്ദേഹം കൊടുക്കട്ടെ. ഞാൻ താഴെ RR ഡെപ്യൂട്ടി കളക്ടർ, ഈ കളക്ടർക്ക് ഞാൻ നോമിനേഷൻ കൊടുക്കില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആദ്യം കയറ്റാത്തതിന്റെ സങ്കടത്തിൽ അങ്ങനെ ഉണ്ണിത്താൻ സാർ ഡെപ്യൂട്ടി കളക്ടറുടെ അടുത്തേക്ക് യാത്രയാവുകയാണ്. സുഹൃത്തുക്കളെ, യാത്രയാവുകയാണ്. ഞങ്ങളുടെ ഉണ്ണിത്താൻ സാറ് പിന്തിരിഞ്ഞൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. CCTV പരിശോധിച്ച് നോക്കട്ടെ ആരാ ആദ്യം വന്നേന്ന്. ഈ സാഹചര്യത്തിൽ വ്യക്തമായിട്ട് പരിശോധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. തുടക്കം തന്നെ പാളിപ്പോയോ എന്നുള്ള ടെൻഷനിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തൊക്കെ പറഞ്ഞാലും ആദ്യം വന്നത് ആരായാലും അവര് തന്നെയാണ് ആദ്യം പത്രിക സമർപ്പിക്കേണ്ടത്. ഇത്രയൊക്കെ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് ഇതൊക്കെ ലക്ഷണക്കേടായി കണ്ട് പാവ ഉണ്ണിത്താൻ സാറിന്റെ ആത്മവിശ്വാസം പോവാതിരുന്നാൽ മതിയായിരുന്നു. അല്ല, ഒന്നാമനായി കയറാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ വാതിലിന് മുന്നിൽ തളർന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാണേ. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളൊക്കെ തീപ്പൊരിയാണല്ലോ. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ആളെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിൽ കുറച്ച് മയം വരുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. MM ഹസന്റെ കാര്യമാണ് പറഞ്ഞത്. പുള്ളിയെ ഇടതുപക്ഷ നേതാക്കളെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവരുടെയൊക്കെ കിളി പോയി എന്നാ കേട്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് UDFകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ED ഇടപെടുന്നത്. മടിയിൽ ധനമില്ല, കൈകൾ ശുദ്ധാണെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്നിട്ടും കറക്റ്റ് സമയത്ത് തന്നെ ED ഇടപെടാൻ പോവല്ലേ. ഇത്രയും ശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ SFIOയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ED ഇടപെടില്ലായിരുന്നല്ലോ. കേജ്രിവാൾ ജയിലിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിബു സോറൻ ജയിലിലാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പേടിയില്ലെങ്കിൽ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ പേരിൽ ഈ ED കേസെടുത്തത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ മാഷേ, ശ്രീ പിണറായി വിജയൻ, നിങ്ങൾക്ക് വീണാ വിജയനെങ്കിലും അവിടെ ഈ കേജ്രിവാളിന്റെ ഭാര്യയോടും ആ ഷിബു സോറന്റെ ഭാര്യയോടൊപ്പം ആ വേദിയിൽ പോയി ഒന്ന് പങ്കെടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അത് വേണ്ടട്ടാ, അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. നിങ്ങളൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് ഒരു പാവം പെൺകുട്ടിയെ ചെറിയ ഒരു IT കമ്പനി നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുണ്ടോ? പിന്നെ ഇറക്കി വിടണോ ഞങ്ങള്? ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് ഈ നമ്മുടെ LDF കൺവീനർ അദ്ദേഹത്തിന് നല്ല തടിയുണ്ടെന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് ബുദ്ധി വളരെ കുറവാണെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. ഇവിടെ മത്സരം LDF-ഉം BJPയും തമ്മിലാണ്. പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയൊക്കെ തിരുത്തി. ഒരു അന്തർധാരയുണ്ട്, അതാണ് കാരണം മുഖ്യമന്ത്രിക്ക് പേടിയില്ലാത്തത്. രാഷ്ട്രീയം സംസാരിക്കുന്നതിനിടയിൽ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ നിങ്ങളൊക്കെ കൂടി മത്സരിക്കുകയാണോ? EPയുടെ മുഖത്ത് നോക്കി ബുദ്ധിയില്ല എന്നൊക്കെ പറയാൻ എങ്ങനെയാ തോന്നണത്? കൂടുതൽ വെളച്ചിലെടുത്താലേ രക്ഷകനായി ക്ലിഫ് ഹൗസിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരട്ടോ. EP ജയരാജനായാലും വീണാ വിജയനായാലും സംരക്ഷിക്കാൻ മൂപ്പരൊരാൾ മതി. ഡൽഹിയിൽ നടന്ന റാലിയിൽ 2 മുഖ്യമന്ത്രിമാര് ജയിലിലാണ്, അവർ പോയില്ല. ജയിലിൽ കിടന്നാൽ പോകാൻ പറ്റില്ലല്ലോ.
പക്ഷെ ജയിലിലില്ലാതെ ജയിലഴിയല്ലാതെ സുഖമായിട്ട് ഈ ക്ലിഫ് ഹൗസിലെ AC റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം പോയോ? ഇന്ത്യ സഖ്യത്തിൽ അദ്ദേഹത്തിന് പോകാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ആ വേദി നിങ്ങളെ സൂക്ഷിച്ചു നോക്കണം. അവിടെ സീതാറാം യെച്ചൂരി ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ. ആ വേദിയിൽ അദ്ദേഹം എന്തുകൊണ്ട് പോയില്ല? ഹസൻജിക്ക് ഇങ്ങനെ പറയാം. പാവമ്മയുടെ മുഖ്യമന്ത്രി എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ക്ലിഫ് ഹൗസിൽ നിൽക്കണമെന്ന് എല്ലാവർക്കും അറിയണതല്ലേ. മരപ്പട്ടീനെ പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പ്രതിഷേധമെന്നും ഇന്ത്യ സഖ്യെന്നും പറഞ്ഞു വരുന്നത്. നീന്തൽക്കുളം, ലിഫ്റ്റ്, പൂന്തോട്ടം, AC തുടങ്ങിയ കാര്യങ്ങളല്ലേ നിങ്ങൾ കാണൂ. മരപ്പട്ടീനെ ആരും കാണാറില്ലല്ലോ. തകർന്ന മൺകുടിലിൽ മൗനവേദനയുള്ളിലൊതുക്കിയ മനുഷ്യപുത്രരിതാ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷെ വ്യക്തിഹത്യയും അപമാനിക്കലും ഒന്നുമില്ലാത്ത സംസാരത്തിലാണ് യഥാർത്ഥ രാഷ്ട്രീയ മര്യാദ ഉണ്ടാവുക. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.